അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായിരിക്കുന്ന നല്ല ഒരു പ്രഭാതം കൂടെ കാണുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഭാഗ്യമൊരുക്കി തന്നല്ലോ. ഈ ദൈവത്തിന് നമുക്ക് ഈ പ്രഭാതത്തിലും നന്ദി പറയാം. വിശുദ്ധ വേദപുസ്തകം 1 തെസ്സലോനിക്കർ 5:16, 17, 18 ഇങ്ങനെ കാണുന്നു: എപ്പോഴും സന്തോഷിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവേഷ്ടം. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം പല വിധത്തിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യുന്നവരാണ്. ജീവിതത്തിൽ ഒരറ്റം മറ്റേ അറ്റത്തോട് കൂട്ടിമുട്ടിക്കുവാൻ വളരെയധികം ബന്ധപ്പെടുന്നവരാണ് നാം ഓരോരുത്തരും. അതിനിടയിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന് ചേരുന്ന പ്രതിസന്ധികളെ പലപ്പോഴും നമുക്ക് തരണം ചെയ്യുവാൻ കഴിയാതെ വരുമ്പോൾ നാം നിരാശപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ ദൈവവചനം ഈ പ്രഭാതത്തിലും നമ്മോട് പറയുകയാണ്: എപ്പോഴും സന്തോഷിപ്പിൻ. ഒരു ദൈവ പൈതലിന് തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും അതിലൊരിക്കലും തകർന്നു പോകുവാനോ തളർന്നു പോകുവാനോ ഇടവരികയില്ല. ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവനാണെങ്കിൽ അവൻ എപ്പോഴും സന്തോഷിക്കുന്നവനായിരിക്കും. വചനം പറയുന്നു, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. അതെ, ഇടവിടാതെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവം പുതിയ വഴികളെ തുറന്നു തരുവാനിടയായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ സാഹചര്യങ്ങളിലും നാം ദൈവത്തിന് നന്ദി പറയണം, സ്തോത്രം ചെയ്യണം. ഇതാകുന്നു ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും നാം ദൈവത്തിന് നന്ദി പറയുക, സ്തോത്രം ചെയ്യുക. ഈ പ്രഭാതത്തിലും നമുക്ക് ദൈവത്തിനോട് നന്ദി പറയാം, സ്തോത്രം ചെയ്യാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.